Good evening, everyone. Welcome to our webinar. വീട് പണിയാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ പൈസ ലാഭിക്കാനും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാനുമാണ് നമ്മൾ ഇന്നത്തെ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് Build Smarter, Live Better. 7 out of 10 homeowners are upgrading to smart construction techniques and saving lakhs. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് കൃത്യമായ അറിവുകൾ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്ന കൺഫ്യൂഷൻസും കോസ്റ്റ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്വാളിറ്റി ഉറപ്പുവരുത്താനും ഈ ഇൻഫർമേഷൻസ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ സ്പീക്കറായിട്ട് ലഭിച്ചിരിക്കുന്നത് മിസ്റ്റർ ഫാരിസ് CA, ഇസ ഹോംസിന്റെ MD ആയിട്ടുള്ള ഫാരിസ് സാറിനെയാണ്. സാറിന് കൺസ്ട്രക്ഷൻ രംഗത്ത് ഏകദേശം 13 വർഷത്തിലധികം പരിചയസമ്പത്തുണ്ട്. 100-ലധികം പ്രോജക്ട്സ് സാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ടോപ്പിക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സാറ്. സാറിന്റെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കുള്ള എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സെഷൻ ഒരു Q&A ഉണ്ടായിരിക്കും. ആ സമയത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിനോട് ചോദിക്കാം. അതുവരെ മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സഹകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് സമയം കൊണ്ട് കളയാണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു യു ഫാരിസ് സർ, യു ക്യാൻ സ്റ്റാർട്ട് ദി സെഷൻ. ഹായ്, എന്റെ പേര് ഫാരിസ് എന്നാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഇസ ഹോംസ് എന്നാണ്. അപ്പൊ ഏകദേശം 8 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനം പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുണ്ട്. പിന്നെ അപ്പോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പിന് പ്രത്യേകം നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻസ് വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് എങ്ങനെ വീട് നിർമ്മിക്കാം. സ്മാർട്ടായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം, അതായത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ വീട് പണി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു രീതിയിലൊക്കെ നമുക്കൊരു പ്രൊജക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും ആൻസർ ചെയ്യാനൊക്കെ ഉള്ള അവസരം ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് കടക്കുകയാണ്. അപ്പോ ആദ്യം തന്നെ പറയേണ്ടത്, നമ്മളൊരു വീട് വെക്കാൻ, ഇപ്പോ നമ്മളിവിടെ ഉള്ള ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നവരും അതുപോലെ തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോ നമ്മളൊരു വീട് പണി വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അവിടുന്ന് മുതലേ നമ്മുടെ ഈ ഒരു കോസ്റ്റ് സേവിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ പല ആളുകളും ചെയ്യുന്നത്, നമ്മളൊരു പ്ലാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആശാരിമാരെ അടുത്ത് പോകാറുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ അടുത്ത് പോയിട്ട് പ്ലാൻ റെഡിയാക്കി തരാൻ വേണ്ടി പറയാറുണ്ട്. അപ്പൊ ആ ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. എന്നിട്ട് പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ആരായിരിക്കും നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ചെയ്ത് കിട്ടുക. കെട്ടുപടവ് എന്ന് പറയും, കെട്ടുവാർപ്പ് എന്നൊക്കെ പറയാം, സ്ലാബ് എന്നൊക്കെയുള്ള അന്വേഷണവും പിന്നുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് എങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോവാം എന്നുള്ള രീതിക്ക് നമ്മളങ്ങനെ ആലോചിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്തുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ കോൺട്രാക്ടർ കിട്ടിയിട്ടുണ്ടാവും. ആള് ചിലപ്പോ സിവിൽ എഞ്ചിനീയർ ഒന്നും ആയിരിക്കില്ല. അപ്പൊ കുറച്ചൊക്കെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള രീതിക്കായിരിക്കും നമുക്കത് അവൈലബിൾ ആവുന്നുണ്ടാവാം. അപ്പൊ പ്ലാൻ വേറൊരാൾ വരച്ചു, പിന്നെ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ സ്ട്രക്ചറൽ വർക്ക് വേറൊരാൾ ഏൽപ്പിക്കാനാണ് പോകുന്നത്. അങ്ങനെ സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ പിന്നെ അവർക്ക് ഇത് ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പൊ ഫിനിഷ് ചെയ്യുന്ന ആരെ ഏൽപ്പിക്കും എന്നുള്ള അങ്ങനെ ഒരുപാട് ഓരോ നമ്മളിപ്പോ ഈ ഒരു ഹാൻഡർ ആവുന്നതിനോട് കൂടി തന്നെ ചിലപ്പോൾ ഒരു 6-7 ടീമിനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു പോകാറുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ആളുകളെയും ഏൽപ്പിക്കുമ്പോൾ അവരെ പ്രോഫിറ്റ് എടുത്തിട്ടാണല്ലോ നമുക്ക് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു ഡിസൈൻ ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്ലാൻ വരക്കാനും, ഒരു പ്ലാൻ വരച്ചുകൊണ്ട് മാത്രം നമ്മുടെ ഒരു ഡിസൈൻ ആവണില്ല, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അവർക്ക് ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്കൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമ്മൾ ആരെ ഈ സ്ട്രക്ചറിൽ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സ്ട്രക്ചർ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ അവരൊരു പ്രോഫിറ്റ് അതിലെടുക്കും. പിന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളുകളെ നോക്കും, അപ്പൊ അവരൊരു പ്രോഫിറ്റ് എടുക്കും. അപ്പൊ ഇതിലൊക്കെ വരുന്ന ഇഷ്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും ഒരു കോർഡിനേഷൻ ഇല്ലാത്ത രീതിക്കാണ് അവസാനം പോവുക. അപ്പൊ പല ഭാഗത്ത് ഈ സ്ട്രക്ചർ എടുത്ത ആള് നമ്മൾ വിചാരിച്ച പോലെ, അതായത് ഇന്റീരിയർ ടീമിന് ലഭിക്കേണ്ട ഒരു സാഹചര്യം പോലെ ആയിരിക്കില്ല ഈ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും എവിടെയെങ്കിലൊക്കെ പൊളിക്കേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ അവർ എങ്ങാനും വയറിംഗ് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വരാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ബെഡ്റൂമിൽ ബെഡ് കോട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ദിശയൊക്കെ നോക്കുന്ന അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ പല പല ആളുകളെ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നമുക്കിത് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശരിക്കും അത് മണ്ടത്തരാണ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ പല ആളുകൾ കൊടുക്കുമ്പോൾ അവരൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സമയത്ത് അത് മാത്രമല്ല, കൺസ്ട്രക്ഷൻ എടുക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും സ്ട്രക്ചർ തീർത്തു പോയാൽ മതി എന്നുള്ള രീതിയിൽ ഈ കോൺട്രാക്ടർ എന്ത് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് പടമൊക്കെ തീർക്കാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് അടിച്ചു പോകും. പ്ലാസ്റ്ററിംഗ് ഒക്കെ വേറെ ആളാവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ പ്ലാസ്റ്ററിങ്ങിന്റെ ആൾ വരുന്ന സമയത്ത് പറയും ഇതൊക്കെ കല്ലുകൾ കയറി ഇറങ്ങിയിട്ടായിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്ററിങ് നമ്മൾ സാധാരണ 110 120 ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി എമൗണ്ട് വരും, ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലേബേഴ്സിന്റെ വർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ കൂടി വരാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട് പണി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമിനെ ഏൽപ്പിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും നമ്മുടെ പ്ലോട്ട് വന്ന് കണ്ട് ആ പ്ലോട്ടിന് വേണ്ടി അനുയോജ്യമായി നമ്മുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് അതിന് അനുയോജ്യമായിട്ടുള്ള പ്ലാന് നമുക്ക് ശരിയാക്കി തരുന്നുണ്ടാവാം. ഒരു മിനിറ്റ് ഓരോന്ന് ക്ലോസ് ചെയ്തിട്ടെ. സോറി, അടച്ചിട്ട്. ഓക്കെ, അപ്പുറത്ത്. ഓക്കെ, അപ്പോ നമ്മള് ഒരു ടീമിനെ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ ഏൽപ്പിക്കാന്നുണ്ടെങ്കിൽ അവരായിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അവർ തന്നെ ആയിരിക്കും സ്ട്രക്ചറിലും ഫിനിഷിങ്ങും അതുപോലെ ഇന്റീരിയറും ലാൻഡ്സ്കേപ്പിംഗ് കംപ്ലീറ്റ് കാര്യങ്ങൾ അവരെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുപോലെ തന്നെ എന്തൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒരൊറ്റ ടീമിനെ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്ട്രക്ചർ ചെയ്ത ആള് ഫിനിഷിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്ന് നമ്മൾ അവരെ വിളിക്കണം, അങ്ങനെ ആകെപ്പാടെ നമ്മൾ ഭയങ്കര ഹെഡേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളിനെ പ്ലാന്റെ നമ്മുടെ കൺസെപ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ബിൽഡറെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് കാണാം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറ്റിപ്പെടുന്ന ആളുകളുണ്ട്. ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസൈനറുടെ നമ്പർ കിട്ടി അതിൽ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പ്രൊജക്ട്, അതുപോലെ തന്നെ അവരുടെ പ്രൈസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് പോയി നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മള് ബിൽഡറെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മള് എടുക്കാൻ പോകുന്ന ഒരു ബഡ്ജറ്റ്, സ്ക്വയർ ഫീറ്റ് വീട് വേണം, ബഡ്ജറ്റ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നോർമലി ഒരു 2000 മുതൽ അങ്ങനെ മുകൾക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ബഡ്ജറ്റ് എത്ര വരും എന്നുള്ളത് മനസ്സിലാക്കണം. എന്ത് ചെയ്യാന് നമ്മൾ അവരടുത്ത് പറഞ്ഞു 2500 സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് സ്റ്റെപ്പ് വരാനുള്ള കാരണം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഈ 2500 സ്ക്വയർ ഫീറ്റ് വീട് വേണം പറഞ്ഞിട്ട് നമ്മൾ ബഡ്ജറ്റ് ഒന്നും പറയാതെ ചില ആളുകളുണ്ട് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റക്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബഡ്ജറ്റ് ആരും എത്രയെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ സ്ട്രക്ചർ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഫിനിഷിങ്ങിന് പോകുമ്പോൾ വീണ്ടും അത്ര കൂടി എമൗണ്ട് വേണം പറയുമ്പോൾ അങ്ങനെ 6-7 മാസങ്ങളായിട്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കിടക്കുന്ന സ്ട്രക്ചർ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനെ എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ പുറത്ത് വരയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാവും. അപ്പൊ അവർക്ക് ഈ വീടിന്റെ സൈറ്റ് എപ്പോഴും പോയി നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനത്തെ ടീമിനെ സെലക്ട് ചെയ്യുന്നത് ചോദിച്ചാല്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞങ്ങള് ഹോംസ് എന്നുള്ള കമ്പനിനെ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊജക്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് സ്റ്റാർട്ട് ചെയ്യും, അത്
എന്നാണ് നിങ്ങൾക്ക് കീ അറിയാൻ വേണ്ടി പോകുന്നത്, എന്നാണ് കീ തരാൻ പോകുന്നത്. ഇതുവരെക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഓരോ ഡേറ്റിലും വരുന്ന വർക്കുകൾ എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു മൊബൈൽ ആപ്പ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ ക്ലയൻസിന് എന്താണ് നാളെ നടക്കാനുള്ള ഒരു വർക്ക് എന്തായിരിക്കും നമ്മുടെ സൈറ്റിൽ എന്നുള്ള കാര്യങ്ങൾ അറിയാനും, അതുപോലെ തന്നെ നമ്മൾ എത്ര പേയ്മെന്റ് കൊടുത്തു, നമുക്ക് എത്ര പേയ്മെന്റ് ഇനി കൊടുക്കാനുണ്ട്, ഏത് സ്റ്റേജായി, എന്നാണ് നമുക്ക് ഇനി കോൺക്രീറ്റ് വരാനുള്ളത്, എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരമാവും. ഇപ്പൊ നിലവിലെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കോൺട്രാക്ട് നമ്മൾ ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷം അതിന് മുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. 1 വർഷത്തിന്റെ ഒരു കോൺട്രാക്ട് നമ്മൾ വീട് കംപ്ലീറ്റ് ആക്കി തരാന്ന് പറയുന്ന ആള് 2 വർഷമായിട്ട്, ഇപ്പൊ ഇന്നൊരു എനിക്കൊരു കോള് കുറച്ച് നേരത്തെ വന്നിട്ടുള്ളൂ, ഏകദേശം 2 വർഷമായിട്ട് അവർ വീട് പണി കഴിഞ്ഞിട്ടില്ല. ഏകദേശം 4500 സ്ക്വയർ ഫീറ്റ് ആണ് അവരുടെ വീടിന്റെ വർക്ക് വരുന്നത്. ചെറിയൊരു റിനോവേഷനിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റ് റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ 4500 സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, കോൺട്രാക്ടർ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്ര എമൗണ്ട് ആവും എന്നുള്ളത് ഏകദേശം 20 lakhs റേഞ്ചിലാണ് അവര് ഒരു റിനോവേഷൻ അവർ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം 80 ലക്ഷത്തിൽ എത്തി നിന്നിട്ട് അവർ സ്റ്റക്കായിട്ട് എന്നെ വിളിച്ചിട്ട് ഇവരെത്രയാണ് നമുക്കൊരു എമൗണ്ട് ഇട്ട് തന്നിട്ടുള്ളത്, എനിക്ക് അവരുടെ അതായത് മാർബിൾ പോളിഷിംഗ് ആയിട്ടില്ല, അങ്ങനത്തെ കുറച്ച് വർക്കുകൾ ഫ്ലോർ വെച്ചിട്ടില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെ ഇതിനൊരു കൺസൾട്ടേഷൻ തരാൻ വേണ്ടി പറ്റും, ഇവർ ഇത്രയും എമൗണ്ട് പറഞ്ഞതിനുള്ള അവരവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പറ്റുമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം നമുക്ക് ചെറുതായിട്ട് പാർട്ടിസിപ്പൻസിന് റേഞ്ച് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതല്ലേ? അതെ, ഒരു മിനിറ്റ്, വൈഫൈ ഒരു മിനിറ്റ്, വോയിസ് ക്ലിയർ ആവണില്ല അല്ലേ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? സർ വോയിസ് ക്ലിയർ ആണ് സർ, ക്ലിയർ. ചില സമയത്ത് പോകുന്നുണ്ടല്ലേ? ചില സമയത്ത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നു, വോയിസ് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ ഹോട്ട്സ്പോട്ട് ഒന്ന് ട്രൈ ചെയ്യാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അറിയില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ പോയോട്ടെ? ഇപ്പൊ എന്റെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പാർട്ടിസിപ്പൻസിന് കേൾക്കുന്നില്ല എങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞത് ഹോട്ട്സ്പോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഫൈൻ. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തി. ഏകദേശം 80 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പൊ ഞങ്ങൾ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ടിനുള്ള ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഇവിടെ വരുന്ന ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു റിനോവേഷൻ ആയാലും കൂടി നമ്മൾ 20 ലക്ഷത്തിന്റെ റിനോവേഷൻ വർക്ക് കൊട്ടേഷൻ കൊടുത്തു. പിന്നെ റിനോവേഷന് നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് തോന്നി അത് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു 2 lakhs അഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്ക് കൂടി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബിൽഡറെ അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു അതിന്റെ ഒരു കൊട്ടേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് തരാൻ പറയണം. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഒരു കൊട്ടേഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ അഡീഷണൽ വരുന്ന ഒരു എമൗണ്ട് അപ്ഡേറ്റ് ചെയ്ത് തരാൻ പറയണം. അപ്പോൾ 2 പേർക്കും കറക്റ്റ് ആയിട്ട് അറിയും ഇതായിരുന്നു ഇനി നമുക്ക് വരാനുള്ളത്. ഇതിപ്പോ ഏകദേശം 25 lakhs പ്രോജക്റ്റ് പറഞ്ഞിട്ട് 80 ലക്ഷത്തിൽ എന്ന് പറയുമ്പോൾ അവരങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള, ചിലപ്പോൾ 80 ലക്ഷത്തിൽ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്ന് പറയാം. അപ്പോ അതൊരു കാര്യം. അപ്പൊ നമ്മുടെ മൊബൈൽ ആപ്പിന്റെ ജസ്റ്റ് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഉണ്ടോട്ടെ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു നിങ്ങൾക്ക് കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി കാണിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഒരു മൊബൈൽ ആപ്പാണ്, ഒരു പ്രൊജക്റ്റ് ആണ്, ഹനീഫ കോഴിക്കോട് എന്നുള്ള. അപ്പൊ നമ്മളിതില് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും മെയിൻ സ്ലാബ് എന്ന് കോൺക്രീറ്റ് ചെയ്യും. അതായത് മെയിൻ സ്ലാബ് ക്യൂറിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണാം 9/4/26, 22/4/26 കഴിയുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഓരോ ഡേറ്റിലും നമ്മൾക്ക് വരുന്ന കാര്യങ്ങൾ, അതായത് ഇതിൽ എന്നാണ് ഇവരെ വീട് ഹാൻഡ് ഓവർ ചെയ്യാൻ വരക്കുള്ളത് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് കറക്റ്റ് ടൈമിൽ വരാനും, അതുപോലെ തന്നെ നമുക്ക് എന്നാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ള അറിയാനും, അതുപോലെ തന്നെ നിലവിൽ സാറേ നമുക്കിപ്പോ നിലവില് ഇപ്പൊ സാറ് പറഞ്ഞത് മൊത്തത്തില് ഒരു പ്ലാൻ മുതൽ ഫൈനൽ ചെയ്യുന്നിടം വരെ ഒരാൾക്ക് കൊടുക്കുന്ന തരത്തിലാണ് പറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് നമുക്ക് ഈ പറഞ്ഞ എന്താണ്
നമ്മുടെ ആ നിക്കണേ, ഒരു ആ നമ്മള് ഓക്കെ. കരാർ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൊടുക്കുക. അപ്പൊ അത് സാറ് പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് അതെ നമുക്ക് അതെ അതുപോലെ എമൗണ്ട് കൊടുക്കുന്നത് സംബന്ധിച്ചും മെറ്റീരിയൽ സംബന്ധിച്ചും ഈ പറഞ്ഞ നമ്മുടെ കരാറിൽ ചേർക്കുന്നത് നന്നായിരിക്കും. എന്ന് വെച്ചാൽ ഈ സമയം ഇപ്പം സാറ് തന്നെ പറഞ്ഞ ഒരു വർക്ക് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണിച്ചപ്പോൾ അത് അതെ അങ്ങനെ അതെ അതെ നടന്നില്ല എങ്കിൽ നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതേപോലെ മെറ്റീരിയലിന്റെ കേസിൽ നമുക്ക് കോസ്റ്റ് കാണിച്ചാണോ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്ര രൂപ വരെയുള്ള അല്ലെങ്കിൽ അങ്ങനെ എമൗണ്ട് കാണിക്കേണ്ടതുണ്ടോ, അത് ഞാൻ പറഞ്ഞ ഇത് ഈ പറയുന്നതെല്ലാം കരാറിൽ ചേർക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ് എനിക്ക് ഓക്കെ. അറിയാനുള്ളത്. നമുക്ക് ഓക്കെ സാറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായി. അതായത് നമ്മൾ സാർ വീട് പണി തുടങ്ങി വെച്ചതാണോ അതോ തുടങ്ങാനുള്ള ഇല്ല, ഇപ്പൊ പ്ലാനിങ്ങിലാണോ? നിലവിൽ അതിന്റെ പ്ലാനിങ് എന്ന് വെച്ചാൽ ഏകദേശം പ്ലാനിങ്ങിലായുള്ളൂ. ഓക്കെ ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയാനാ, അതായത് വർക്ക് എടുത്തിട്ട്. ഓക്കെ, സാറിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായി. ഇതില് നമുക്ക് എന്താ അറിയോ, നമ്മളൊരു കൊട്ടേഷൻ ചോദിക്കുന്ന സമയത്ത് അതിൽ ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു എന്നുള്ളതിനൊക്കെ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു റെഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് ഒരു കൊട്ടേഷന്റെ ഫോർമാറ്റ് ഉണ്ടാവുക എന്നുള്ളത്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? സർ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ ഓക്കെ. കാണുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം സർ, പറഞ്ഞോളൂ. കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മളൊരു എസ്റ്റിമേഷൻ ചോദിക്കുമ്പോ അതില് എന്തൊക്കെ ഉൾപ്പെടുന്നു, അതായത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ബാത്റൂം ടൈല് എന്ന് എഴുതിയിട്ടുണ്ട്, അതില് എത്ര രൂപയുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? വിസിബിൾ അല്ല. ഇല്ല, സ്ക്രീൻ കാണുന്നില്ല. കാണില്ലേ? ഇല്ല. സർ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്ക്രീൻ കാണാൻ കാണുന്നില്ലല്ലേ? സാധിക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട്. വേറെ ഓക്കെ പാർട്ടിസിപ്പൻസ് ആർക്കെങ്കിലും കാണാൻ പറ്റാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് സർ. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ. അപ്പോ ഞാൻ അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ലിസ്റ്റ് കാണിച്ചു തരാണ്. നേരത്തെ സാറ് ചോദിച്ചത് അത് എന്തൊക്കെ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് അറിയാം. നമ്മള് ഒരു ബാത്റൂമിന്റെ ടൈല് ഇടുന്നുണ്ടെങ്കിൽ അത് ഏത് സൈസിലാണ്, അതുപോലെ തന്നെ എത്ര രൂപ വരുന്ന സ്ക്വയർ ഫീറ്റ്, എത്ര രൂപ വരുന്ന ടൈലാണ് ഇടുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു 50 രൂപയുടെ സ്ക്വയർ ഫീറ്റിന് 50 രൂപയുടെ ടൈലാണ് ബാത്റൂമിന് യൂസ് ചെയ്യുന്ന വെച്ചെങ്കിൽ, ഇപ്പൊ ക്ലയന്റിന് കുറച്ചും കൂടെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു 60 രൂപയുടെ ടൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ കോൺട്രാക്ടർക്ക് പറഞ്ഞാൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, അപ്പൊ ഒരു അഡീഷണൽ 10 രൂപ വരുന്നത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടിരുന്നത് മാത്രം. അതുപോലെ തന്നെ ഓരോന്നിന്റെയും അത് ഏത് മെറ്റീരിയൽ, ഇപ്പൊ നമ്മൾ ഇവിടെ സാനിറ്ററി ഫിറ്റിംഗ്സ് ഏത് ബ്രാൻഡാണ്, പെർ പീസിന് എത്ര രൂപ വരും, അതെല്ലാത്തിന്റെയും ഡീറ്റെയിൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. സിങ്ക് ഏത് ഉപയോഗിക്കുന്നു, ഡോർ ഏത് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ കോൺട്രാക്റ്റിൽ വാങ്ങണം. പിന്നെ ഒരു കാര്യം ചെയ്തത്, ഒരു മിനിറ്റ് ഞാൻ ഈ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാം. പിന്നെ സാർ ഒരു കാര്യം ചോദിച്ചാൽ, നമ്മളിത് ഒരു വർഷത്തിന് പറഞ്ഞു, പക്ഷെ അവരത് ഒരു വർഷത്തിന് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മൾ ഈ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് മുദ്ര പേപ്പറിലായിരിക്കും നമ്മൾ എഗ്രിമെന്റ് അത് റെഡി ആയിട്ടുണ്ടെങ്കിൽ എഴുതുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ എഴുതണം ഒരു വർഷത്തിന്റെ കാലാവധിയിൽ ആണ് ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നിട്ട് അഡീഷണൽ ഉൾപ്പെടുത്താം. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസം അഡീഷണൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഡീഷണൽ എടുക്കുന്ന ഓരോ ദിവസത്തിനും ഇത്ര രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ഫൈനായിട്ട് തരുന്നത് പറഞ്ഞിട്ട് അങ്ങനൊക്കെ എഴുതാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ദിവസം കോട്ട് വരെയെന്ന് മുൻകൂട്ടി വാങ്ങാന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ
ഉള്ളവരൊക്കെ ആണെങ്കിൽ ആപ്പ് ആക്സസ് അതുപോലെ തന്നെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സാറിന്റെ ക്വസ്റ്റിന് ആൻസർ ആയി തോന്നുന്നു അല്ലെ? എന്തെങ്കിലും ഇനി പറഞ്ഞതിൽ വിട്ട് പോയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? സർ, സാറിന് നല്ല രീതിയിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം സൗണ്ട് പോകുന്നുണ്ടോ? ഒരു മിനിറ്റ്. കേൾക്കണില്ലേ അപ്പോ? കേൾക്കാം സാർ, ഇടയ്ക്ക് നല്ലപോലെ കട്ടായി പോകുന്നു. ഇപ്പം കട്ടായി പോകുന്നുണ്ട് അല്ലേ? ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ. ഇന്നത്തെ ദിവസം റേഞ്ചിന്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു വലിയൊരു പൂരം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്രൗഡ് ആയത് കൊണ്ട് അവന്റെ ചാൻസ് മനസ്സിലായി സാർ. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഡോക്ടർ അശ്വതി ധർ. ഡോക്ടർ അശ്വതി അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ, എനിക്ക് ചോദിക്കാനുള്ള ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ പണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്സിലൊന്നും ചുവരിൽ പൊട്ടലൊന്നും കാണുന്നില്ല. ഇപ്പൊ റീസെന്റ് ആയി നിർമ്മിക്കുന്ന ബിൽഡിങ്സിലെല്ലാം പൊട്ടൽ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്രാക്സ് പുറമേ കാണുന്നുണ്ട്. മണൽ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഷോർട്ടേജ് ഉണ്ട്, അതറിയാം. അതുകൊണ്ട് മാത്രമാണോ അത് എം സാൻഡ് കുറച്ചുകൂടി ഡ്യൂറബിൾ ആണോ? എങ്ങനെയാണ് ശരിക്കും അത് അവോയ്ഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പുറമേ കാണുന്ന ക്രാക്സ് ഒന്ന് ഇങ്ങനെ അതായത് പുറമേ എല്ലാം വിള്ളലുകൾ കാണില്ലേ? പഴയ ബിൽഡിങ്സിലൊന്നും അങ്ങനെ കാണും. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? എങ്ങനെ അവോയ്ഡ് ചെയ്യാം? എം സാൻഡ് മറ്റേ സാധാരണ സാൻഡിനേക്കാൾ നല്ലതാണോ? ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഒരു ഡ്രെയിനേജ് ഫെസിലിറ്റി ഇല്ലാത്ത ഒരു കോമ്പൗണ്ടിൽ എന്ത് ചെയ്യാം? റെയിൻ വാട്ടർ ഒക്കെ ഒഴുകി പോകുന്നതിനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓക്കെ, ഇത് ഈ സാൻഡിന്റെ കാര്യം പറഞ്ഞിട്ട് അടുത്തൊരു ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോ മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്സിന് ക്രാക്ക് കുറവാണ്, ഇപ്പോഴത്തുള്ള ക്രാക്ക് കൂടുതലാണ് പറയുന്നത്. എം സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പരിധി വരെ കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ മണലുണ്ടെങ്കിൽ തന്നെ കൂടുതലും ക്ലയൻസ് നമ്മളടുത്ത് മണല് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സ്ലാബിന് മണൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ക്രാക്ക് വരാനുള്ള പ്രധാന കാര്യം എം സാൻഡിന്റെ ഒരു ഇഷ്യൂ ആവാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എം സാൻഡും അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്ററിന് ഉപയോഗിക്കുന്ന ഒരു മിക്സ് ചെയ്യുന്ന സംഭവം, അതായത് നമ്മൾ സിമെന്റും എം സാൻഡും വെള്ളപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, ആ മിക്സിങ് ക്ലിയർ ഇല്ലാതെ ഇരിക്കുമ്പോഴും അതുപോലെ അതല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു 10 days എങ്കിലും നനയ്ക്കേണ്ട ക്യൂറിംഗ് ടൈം ഉണ്ട്. ആ ഒരു ക്യൂറിംഗ് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിലും ഈ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ ക്രാക്ക് വരാനുള്ള ചാൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ ഇരിക്കുമ്പോൾ വാളിൽ വിള്ളൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു വാളിൽ ക്രാക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ സാൻഡ് കൊണ്ട് ഉള്ള ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എം സാൻഡ് അത്ര മോശമായിട്ടുള്ള ഒരു സംഭവമല്ല, എന്നാൽ കൂടി കോൺക്രീറ്റിന് നമുക്ക് വേണമെങ്കിൽ സാൻഡ് ഉപയോഗിക്കാം. അപ്പൊ സർ, സിമെന്റ് കുറഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കോ ചില വീടുകളിൽ? അതുകൊണ്ടാണോ ഇത് അതായത് ക്രാക്ക് വരാനുള്ള ചാൻസ് തന്നെ? അതായത് നമ്മളിത് മിക്സ് ചെയ്യുന്ന കൂട്ട് കറക്റ്റ് ഇല്ലെങ്കിൽ, അതായത് സിമെന്റും എം സാൻഡോ അല്ലെങ്കിൽ വെള്ളം, ഇത് കറക്റ്റ് ആയിട്ടുള്ള കൂട്ട് കറക്റ്റ് ഇല്ലെങ്കിൽ അതിനുള്ള കാരണം ഉണ്ട്. പിന്നെ നമ്മളിത് പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിംഗ് ടൈം ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ആ ക്യൂറിംഗ് ടൈം പാലിക്കാതിരുന്നാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ വാൾ ക്രാക്ക് ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. യെസ് സർ, വേറെ കുറച്ച് പേരോട് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. ലക്കി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരാള്. ഹലോ, ഓക്കെ. എന്റെ ഡൗട്ട് ഈ 3D കുറിച്ച് പറഞ്ഞത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ ആ 3D എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നമ്മളിപ്പോ അതൊരു 3D ചെയ്യുമ്പോൾ നമ്മളെ റിയൽ ആയിട്ട് വരുമ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കും? ഈ സ്പേസിങ്ങും അതിനകത്ത് കാണിക്കുന്ന
3Dയുടെ വർക്കുകളൊക്കെ ആക്ച്വൽ വർക്ക് വരുമ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെയാണ് ഒരു 3D വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫൈനൽ സ്റ്റേജിൽ അത് സെയിം തന്നെയാണെന്ന് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും? അതെ അതെ, മെയിൻ ആയിട്ട് നമ്മൾ ഒരു ഇപ്പോ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു കമ്പനി മുമ്പ് പറഞ്ഞു സാർ, അത് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അതായത് നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു കമ്പനി അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡിസൈനേഴ്സും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു 3D കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ, ഇപ്പൊ ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. നേരത്തെ ആ ഒരു 3Dയിലേക്ക് തന്നെ വരാം. ജസ്റ്റ് മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇതൊരു 3D ആണ്, ഇത് നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓരോ, അതായത് അവര് ഒരു സൈറ്റിലെ എക്സ്പീരിയൻസ് കൂടി വേണം. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ ഒരു 3Dയുടെ ടീമിൽ ഏൽപ്പിക്കും, അത് ചിലപ്പോൾ ഫ്രഷർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഏരിയയിൽ ഈ ഒരു അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ ജസ്റ്റ് എവിടെയെങ്കിലും എടുത്ത് പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ വേണം നമ്മൾ ഈ 3D ഒക്കെ ചെയ്യാൻ. അത് ഒരു ഫാമിലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ 3D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3D കാണുമ്പോൾ അറിയാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നടക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളത് നമുക്ക് 3Dയിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 3D ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2D പ്ലാനും കൂടി ചോദിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടി ബെറ്റർ. അപ്പൊ ഒരു എക്സാക്ട് വരുന്ന മെഷർമെന്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ കൂടെ ആണെങ്കിൽ 2D ഡ്രോയിങ് കൂടിയും ചോദിക്കാവുന്നേ. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം ഞാനൊരു 3D ആനിമേറ്ററും കൂടെ ആയിരുന്നു. അപ്പം ഈ നമ്മൾ ഇപ്പം അതിനകത്ത് സ്പേസിങ് ഇപ്പം ഒരു കോട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ടേബിൾ വെച്ചിട്ടുണ്ട്. ഇത് 3Dയിൽ കാണിക്കുമ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം. പക്ഷെ റിയൽ ആയിട്ട് വരുമ്പോൾ അത്രയും സ്പേസ്, റിയലിസ്റ്റിക് സ്പേസ് അത്രയും ഉണ്ടാവുക എന്നുള്ളതാണ്. അതെങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു 3D ഡിസൈനർ ആണെങ്കിൽ ആളുടെ മൈൻഡിൽ ആ ഒരു സ്പേസും കാര്യങ്ങളും അവിടെ മെഷർമെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അത് വെക്കുള്ളൂ. അപ്പൊ നമ്മളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പേഴ്സൺ ആണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇങ്ങനെ കൊണ്ടുവെക്കാറുണ്ട്. നമ്മളിപ്പോ പലപ്പോഴും ചില വാർഡ്രോബ് തുറക്കാൻ പറ്റില്ല, നമ്മുടെ ബെഡ്കോട്ടിന്റെ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും വാർഡ്രോബ് ഒക്കെ, തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ്. അതെ. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട്. അപ്പൊ നമുക്കിത് ശരിക്കും ഈ 3Dയും പിന്നെ റിയൽ ആയിട്ട് ചെയ്ത വർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ബിൽഡറിനെ അപ്രോച്ച് ചെയ്യുന്നതാണോ നല്ലത്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പിന്നെ എനിക്ക് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. പിന്നെ എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്, അതായത് സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്യുന്ന, ഇപ്പം ഈ കണ്ണൂർ കട്ട, ചുവന്ന കട്ട എന്ന് പറയുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്? അത് കാരണം ചിലപ്പം ഞാനിപ്പോൾ കൊച്ചിയിലാണ്, അപ്പൊ ചിലപ്പോൾ അതിന്റെ അവൈലബിലിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ അതൊക്കെ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എങ്ങനത്തെ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫോർ ലോങ് ടൈം ഡ്യൂറബിലിറ്റി? ഹലോ, സോറി, അതിന്റെ ഇടയ്ക്ക് നെറ്റ് ഒന്ന് പോയിരുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? സോറി. ഓക്കെ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഒന്ന്, ഈ 3D നമ്മൾ ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട്, അതായത് 3D ചെയ്തതും അതുപോലെ ചെയ്ത റിയൽ വർക്ക് സൈറ്റ് വിസിറ്റ് അത് നല്ലൊരു അപ്രോച്ച് ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. പിന്നെ രണ്ട്, അത് ഓഫ് കോഴ്സ് ആയിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ സൈഡിൽ അതിനെക്കുറിച്ച് എന്താണ് ഒരു സജഷൻ ഉള്ളതെന്ന് അറിയണം. കാരണം നമുക്ക് എല്ലാം ഒന്നും പ്രാക്ടിക്കലി പോയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം ചിലതൊക്കെ ഭയങ്കര ദൂരെയൊക്കെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തത് ഈ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഏത് സ്റ്റോണ് ബെറ്റർ? ഇപ്പൊ നമ്മൾ യൂഷ്വലി ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും ഈ കണ്ണൂർ സൈഡുള്ള ചുവന്ന കല്ല് അങ്ങനത്തെയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഓക്കെ, 3Dയെ പറ്റി ഞാൻ പറയാം. 3D നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് 3D ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ്. ചില സമയത്ത് പറഞ്ഞ പോലെ കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റിന് ചോദിക്കുന്നത് നമ്മുടെ പ്ലാനും അതുപോലെ തന്നെ സൈറ്റ്, നമ്മുടെ പ്ലാൻ കറക്റ്റ് ആണോ, നമ്മുടെ വേർഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ലാതെ 3D ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്ലാനിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടി വരും.
ഓക്കെ. ഓക്കെ. പിന്നെ എന്തായാലും നമ്മളത് എക്സിക്യൂഷൻ കൂടി നമ്മളുടെ സൈഡിൽ തന്നെ ചെയ്യുന്നത് തീർച്ചയായിട്ടും സൈറ്റ് വിസിറ്റ് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. മറ്റത് നമുക്ക് അവർക്ക് വിഷ്വൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3D കൊടുക്കുന്നത്. അതല്ല നമ്മളവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടൊരു എക്സിക്യൂഷൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനും ഒന്നും കൂടി നല്ലത് നമ്മൾ പോയിട്ട് ഒന്ന് നോക്കലായിരിക്കും. ചിലപ്പോൾ ഡ്രോയിങ്ങിലുള്ള വിൻഡോ സൈസ് ഒന്നും ആയിരിക്കില്ല സൈറ്റിൽ ഉണ്ടാവുക. അല്ല, ഞാൻ സൈറ്റ് വിസിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇതിന് പ്രീവിയസിൽ ചെയ്ത വർക്കുകൾ കാണുക എന്നുള്ളതാണ്. ഈ ബിൽഡേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് ബിൽഡറിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള അവരെ പ്രീവിയസ് വർക്ക് കണ്ടു കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിനകത്ത് ഒരു കോൺഫിഡൻസ് വരിക. അത് കാണണോ എന്നാണ് ചോദിച്ചത്. അതെ അതെ. അപ്പൊ അത് പലപ്പോഴും എന്താ പറ്റുമെന്ന് വെച്ചാൽ പലരെയും നല്ല വീടുകളൊക്കെ പണിതിരിക്കുന്ന കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കത് പ്രാക്ടിക്കലി പോയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ ചിലപ്പോൾ പെർമിഷന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയാം. അതിന് സൊല്യൂഷൻ ആ ബിൽഡർ എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു പ്രൊജക്ടിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടാവും. ആ ഒരു ക്ലയന്റിന്റെ റിവ്യൂ എന്തായാലും നല്ല രീതിയിൽ നമ്മളൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്കൊരു റിവ്യൂ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പൊ അവർ ചോദിക്കുക എവിടെയൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ചതിന് ശേഷം നമുക്ക് ആ പ്രൊജക്ടിന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ ഇൻസ്റ്റയിൽ ചോദിച്ചാൽ തന്നെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലയന്റിന്റെ റിവ്യൂസും ചോദിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിവ്യൂ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. പറഞ്ഞ സമയത്ത് പറഞ്ഞ ക്വാളിറ്റിയിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമർ റിവ്യൂ തരുള്ളൂ. അപ്പൊ അതുകൂടി ചോദിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് വിശ്വസിക്കാം ആ ഒരു ടീമിനെ. ഓക്കെ. അതില് ഈ ചില ബിൽഡേഴ്സിനെല്ലാം പല ടൈപ്പ് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിൽഡിങ്ങിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ള പല സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ റിലേ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? അതോ നമ്മൾ കാരണം അതിലൊക്കെ ചിലപ്പോൾ കോസ്റ്റ് അവർ അങ്ങനത്തെ അത്രയും പ്രീമിയം സർവീസ് ആകുമ്പോഴത്തേക്ക് അവരുടെ കോസ്റ്റ് ചിലപ്പോൾ ഹയർ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ ഒരു സജഷൻ? അത് ഡിപ്പെൻസ്. നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആണ്. ഇപ്പോ ഒരു സാധാരണക്കാർ ഒരു 2000 3000 ഒക്കെ സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. നമ്മളൊരു 5000 10,000 ഒക്കെ പോവാന്നുണ്ടെങ്കിൽ കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഇത്ര കാര്യങ്ങൾ ചോദിക്കാം അവർക്ക്. ഓക്കെ. പിന്നെ നമുക്ക് സോറി, ഞാൻ മെറ്റീരിയലിനും കൂടെ ചോദിച്ചായിരുന്നു. അതിന്റെയും കൂടെ ഒന്ന് ക്ലാരിറ്റി പറയാമോ? സാർ നമുക്ക് ക്വസ്റ്റ്യൻസ് റിസെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വേറെ കുറെ ആൾക്കാരെ ലൈനിലുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോയേ പറ്റുള്ളൂ. ഗിരീഷ് CA സാർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഗിരീഷ് സാർ. സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. സാർ ഗിരീഷ് CA സാർ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഗിരീഷ് സാർ ലൈനിലില്ല എങ്കിൽ നജീം സുദൈസ് സാർ. ഹലോ, ഗിരീഷ് ആയിരുന്നു. ചോദിച്ചോളൂ. ഓക്കെ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് ആക്ച്വലി ഈ എം സാൻഡും അതുപോലെ തന്നെ നമ്മുടെ വാഷ്ഡ് സാൻഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതോ അതിൽ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? എം സാൻഡ് ആണെങ്കിൽ നമുക്കൊന്നും കൂടിയും ബെറ്റർ ആണ്. അതായത് ഏതിനു വേണ്ടിയിട്ട് പ്ലാസ്റ്ററിങ്ങിനാണോ? രണ്ടിനും. അത് മറ്റേ ബീമിനാണെങ്കിലും പ്ലാസ്റ്ററിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ സ്ലാബിനാണെങ്കിലും എങ്ങനെയാണ്? അതോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോന്നിനും പ്രത്യേകം ചൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് പറയോ? നോർമലി എം സാൻഡ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. വാഷ്ഡ് സാൻഡ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ഇഷ്യൂസ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ളത്? വാഷ്ഡ് സാൻഡ് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ രണ്ടും എം സാൻഡും വാഷ് ചെയ്തിട്ടുള്ള അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഇതിന്ന് എടുക്കുന്ന സാൻഡ്, ഐ മീൻ പുഴയെന്നല്ല ഡാമിൽ നിന്ന് എടുക്കുന്ന സാൻഡ്, വാഷ്ഡ് സാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അതെ. ഡാമിൽ നിന്ന് എടുക്കുന്ന രണ്ട് സാൻഡ് അവൈലബിൾ ആണ്. റിവർ സാൻഡ് പോലെ ഡാം സാൻഡ് അത്ര ബെറ്റർ അല്ല. എം സാൻഡ് വാഷർ സാൻഡ് ആയിട്ട് നല്ലത് എം സാൻഡ് തന്നെ ഉപയോഗിക്കലായിരിക്കും. അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ഈ എം സാൻഡ് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺക്രീറ്റിനോ അതല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിനോ വേണ്ട രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എം സാൻഡ് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഇപ്പം സാൻഡിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് റിവർ സാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ. താങ്ക് യു. താങ്ക് യു ഗിരീഷ് സാർ. അടുത്തത് നമ്മൾ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് നജീം സുദൈസ് സാറാണ്. നജീം സർ. ഹലോ. പറഞ്ഞോളൂ. നമ്മള് സാറ് ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു പല ആളുകൾക്ക് കൊടുക്കാതെ നമ്മളൊരു ബിൽഡറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു.
അപ്പൊ നമ്മളൊരു ബിൽഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം, ഇത്ര എമൗണ്ട് ആയിരിക്കും ഞങ്ങൾക്ക് എന്ന് പറയാം. അപ്പൊ അവർക്കൊരു എന്തോ ഒരു പ്രോഫിറ്റ് ഇല്ലാതെ നമുക്ക് ഒരു ബിൽഡറും നമുക്ക് ചെയ്തു തരത്തില്ല. അപ്പൊ അതുവഴി നമുക്ക് എങ്ങനെയാണ് സാർ ഈ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് വീട് ബിൽഡ് ചെയ്യാനായിട്ട് എത്ര രൂപ കോസ്റ്റ് വരും? 500. ഒരു നോർമൽ കോസ്റ്റ് 1500. ഓക്കെ. ഫസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിൽ സേവ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമ്മളൊരു സ്ട്രക്ചർ ചെയ്യുന്ന ഒരാൾക്ക് വർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രക്ചറിന്റെ പ്രോഫിറ്റ് എന്തായാലും അവർ എടുക്കും. അവർക്ക് ആ ഒരു പണിക്കാരൻ അതിന്റെ ഒരു എല്ലാവരും പ്രോഫിറ്റിനാണല്ലോ, അപ്പൊ സ്ട്രക്ചറിന്റെ ഒരു പ്രോഫിറ്റ് എടുക്കും. പിന്നെ അടുത്ത് വരുന്നത് നമ്മൾ വേറെ, ഇവര് ചിലപ്പോൾ ഫിനിഷിങ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല, അവർ ടൈലിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ അടുത്തൊരു ടീമിനെ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഫിനിഷ് ചെയ്യാൻ വരുന്ന ആളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് എടുക്കും. അപ്പോ എടുക്കൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ ചെയ്ത ആള് അവരെ വർക്ക് എങ്ങനെയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് അവരുടെ എമൗണ്ട് കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വർക്ക് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് ഏറ്റക്കുറച്ചിൽ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവരങ്ങനെ ചെയ്തു വെച്ച് പോകും. പിന്നെ പോലെ അടുത്ത ആളായിരിക്കും വരുന്നുണ്ടാവുക, ആ വരുന്ന ആൾക്കാർക്കും ഇതിന്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവർ കാണുന്നുണ്ടാവും, കുറച്ച് കട്ട തള്ളി നിൽക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ തിക്നെസ് കൂട്ടേണ്ടി വരും, ഒരു കയറി നിൽക്കുന്നതോറും അതിന്റെ തിക്നെസ് കൂട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്നുള്ള മെറ്റീരിയൽസ് പോവാണ്, അതല്ലെങ്കിൽ നമ്മളിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാരാണോ അവരെ സൈഡിൽ നിന്നാണ് ഇത്രയും ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് എമൗണ്ട് എടുക്കേണ്ടി വരുന്നു. അതല്ലെങ്കിൽ നമ്മളെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ എടുക്കേണ്ടി വരുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്തായി, മെറ്റീരിയൽസ് കൂടുതൽ എടുക്കുന്ന സമയത്ത് എമൗണ്ട് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡ് എന്ന് വെച്ച് നോക്കുമ്പോൾ അവർ ഇന്റീരിയർ ഒന്നും മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നില്ല, അവർ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. എല്ലാം കൂടി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോർഷൻ വർക്ക് ചെയ്യുമ്പോഴും അവിടെ ഇന്ന ഒരു ചെടിച്ചട്ടി വരാനുണ്ടെങ്കിൽ അതുപോലും അവരോട് മനസ്സിലാക്കിയിട്ടാണ് ആ ഓരോ ഭാഗങ്ങളും അവർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അവർക്ക് അറിയാം ഇത് ഞങ്ങളാണ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും അത്ര നീറ്റായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ ഭാഗങ്ങളും അത്രയും പ്രോപ്പറായിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് ഇത്രയും കാര്യങ്ങൾ ഇന്റീരിയർക്ക് അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അവർ എങ്ങനെ ഒരു പ്ലാൻ എടുക്കുക, നമ്മൾ 3Dന്റെ ആ ഒരു മോഡലാക്കിയിട്ട് പെട്ടെന്ന് പോകുക എന്നുള്ളതാണ്. പക്ഷെ എല്ലാം കൂടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ വീട് എത്രത്തോണ്ട് ഭംഗിയായിരിക്കണം, ഓരോ മുക്ക് പോലെ എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ട് അത്രയും കറക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പോവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളെ മാത്രം വിളിച്ചാൽ മതി. അപ്പൊ നമ്മൾ വീടിരിക്കലൊക്കെ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ മതി, ഈ ഒരു ബിൽഡറെ മാത്രം വിളിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കും, ഇലക്ട്രീഷ്യൻ വിളിച്ച സമയത്ത് അവർ പറയും ജിപ്സം സീലിംഗ് വേറെ ആളെ ചെയ്തിട്ടുണ്ടാവുക, അപ്പൊ അവർ ചെയ്തവർ അവിടെ വയർ ഷോർട്ട് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ പല പല ആളുകളുടെ മണ്ടക്കെട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് വേറെ കൂടി പണിയുണ്ടായിരിക്കും. അപ്പൊ വീണ്ടും എന്താ ചെയ്യുക, നമുക്ക് അവിടെ കൂടുതൽ ചാൻസ് ആയി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു സാർ. 1500 സ്ക്വയർ ഫീറ്റ് വീട് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നോർമൽ കോസ്റ്റ് എത്രയായിരിക്കും? ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ നിലമേൽ, ഡിസ്ട്രിക്ട് ഏതാ? കൊല്ലം. ഇപ്പോ വീടിന്റെ കാര്യം പറയുമ്പോ നോർമൽ റേറ്റ് ആണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, വീടിന്റെ ഒരു കാര്യം പറയുമ്പോൾ റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈനും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു റേറ്റ് കിട്ടും. പിന്നെ നമുക്ക് റേറ്റ് വ്യത്യാസം നമുക്ക് അറിയേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലോട്ടിന്റെ കിടപ്പിനനുസരിച്ച് ഫൗണ്ടേഷനോ, അത് ഫൗണ്ടേഷൻ ചിലപ്പോ സാധാരണ കല്ലിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല, ചിലപ്പോ ബീമും കാര്യങ്ങളും പില്ലറൊക്കെ ഫിക്സ് ചെയ്യേണ്ടതാവും. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്ക് റേറ്റ് വരിക. എന്നാൽ കൂടി നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണ്, അപ്പൊ നമുക്ക് നോർമൽ പ്ലോട്ട് ആണ്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 33 ലക്ഷമൊക്കെ അപ്രോക്സിമേറ്റ്ലി വരാൻ ചാൻസ് ഉണ്ട്. അത് കുറയാൻ കൂടാം, ഡിപ്പെൻസ് നമ്മുടെ ഡിസൈൻ ഒക്കെ അനുസരിച്ച്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അടുത്തത് റജി KR കടമനത്ത് സാർ ആണ്. റജി സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ. ഹായ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഓക്കെ സാറേ, ഞാനിപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരത്തേലാണ് ചെയ്യുന്നത്, വീട് പണി ചെയ്യുന്നത്. ഇപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് ആഞ്ഞിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പൊ അത് നമ്മുടെ കട്ട്ല ഡോർ ഫ്രെയിമിന് അല്ലേ? അതെ അതെ സാറേ, അതെ അതെ, കട്ടിലയും പിന്നെ വിൻഡോസിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളത് മരം എടുത്തിട്ട് പോയി അർപ്പിച്ച്, നല്ല മരം തന്നെയാണ്, വെള്ളമില്ലാത്ത മരം തന്നെയാണ് എടുത്തത്. നമ്മുടെ ഒരു കസിൻ ബ്രോ കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗ്യാരണ്ടിയിൽ നമ്മളത് ചെയ്ത് കുറച്ച് വെയിലൊക്കെ അതിന്റെ വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ചെതല് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെങ്കല്ലാണ്, വെട്ടുകല്ലേ. അപ്പൊ അതിനോട് ചേർന്നാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ മരം കൂടി കയറുമ്പോ നോർമലി ഇപ്പോ ചെതലൊക്കെ എവിടെന്നേലും വരാലോ. നമുക്ക് അതിനൊരു റെമഡി എന്ന രീതിയിൽ എന്താണ് സാർ ഒരു സൊല്യൂഷൻ? നമുക്ക് ചെതലിനെ ചെറുക്കാനായിട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മള് ചെയ്യില്ല, അതായത് ഫ്ലോറ് ചുമരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തറയുടെ ഉള്ളില് മണ്ണല്ലേ കിടക്കുന്നുണ്ടാവുക. അതിന്റെ മുകളിലായിരിക്കും നമ്മൾ ഉറപ്പിച്ചിട്ട് PCC ചെയ്യുക, കോൺക്രീറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകളിൽ ടൈൽ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഈ PCCയുടെ മുമ്പ് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട്. നമ്മൾ താഴത്തേക്ക് കുറച്ച് കെമിക്കലൊക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ യൂട്യൂബിലൊക്കെ അടിച്ചാൽ മതിയാവും പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യം. അതൊന്ന് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പടവ് വരുന്ന സമയത്ത് നമ്മുടെ ഡോർസിന്റെ 2 സൈഡില് നമ്മുടെ ബ്രിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക. നമ്മളെ എന്താ പറയാ, സിമെന്റിലുള്ള ബ്രിക്ക് ഉണ്ടല്ലോ. അത് പോസിബിൾ ആണ് സാറേ. അതായത് നമ്മുടെ ഈ ബ്രിക്ക് ചെങ്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 8 എന്റെ ഇത് വരുന്നത്, സൈസ് വരുന്നത് 8-6 ലെവലാണല്ലോ. അപ്പൊ സിമെന്റ് കട്ടയും ആ ഒരു റേഞ്ചിലുള്ള വേണോ, അതോ ചെറുതായാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്? 6ന്റെ കട്ടയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കട്ടയുടെ സൈസിൽ വരുന്ന രീതിയിലുള്ള സിമെന്റ് കട്ട ഉപയോഗിക്കാം. ഇനിയിപ്പോ അഥവാ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. അത് നമുക്ക് 7 അടി വരെ പോയാൽ മതിയല്ലോ. 7 അടി വരെയാണല്ലോ നമ്മുടെ വിൻഡോന്റെ ഡോറിന്റെ ഹൈറ്റ് വരിക. പിന്നെ നോക്കാനായിട്ടുള്ള ആ ഒരു, അപ്പൊ ഈ ഡോർ വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് സിമെന്റ് കട്ട ഉപയോഗിച്ചാലും കുറച്ച് ഒരു പരിധി വരെ നമുക്ക് ചെതലിനെ ചെറുക്കാൻ വേണ്ടി പറ്റും. അതെ, അല്ലെങ്കിൽ ഇപ്പൊ സിമെന്റ് കട്ട വെച്ചാൽ ഈ വെട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെതലിന്റെ ഇത് ഉണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്. ചെതല് വരാന് പ്രത്യേകിച്ച് എന്താ പറയാ, ചില വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്തൊക്കെ ചെയ്താലും കുറച്ചൊക്കെ വരാറുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെതല് വരാറുണ്ട്. ഈ എന്താ പറയാ, ബ്രിക്ക് വെച്ചിട്ടും ചെതല് വരുന്ന വീടുകളുണ്ട്. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് കുറക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അതാ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊന്നും അറിയാൻ വേണ്ടി. പിന്നെ ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഒരു ചെതലിന്റെ വരവ് കാര്യങ്ങളൊക്കെ. എന്നാലും ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു 5 വർഷത്തിന് വരെ ചെതല് ഉണ്ടാവാറില്ല. പിന്നെ വീണ്ടും നമുക്കൊന്ന് അതിങ്ങനെ ഇടക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തോണ്ട്, പിന്നെ എപ്പോഴും ചെതല് വരുമ്പോൾ അതിന്റെ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചെതല് കുറക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറ്റ കാര്യം കൂടി സാറേ, ചെറിയൊരു ഇതാണ്. അതായത് ഞാൻ സ്റ്റീലിന്റെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ടാറ്റയുടെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഉണ്ടല്ലോ, അവര് കമ്പനി വാറന്റി ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നോർമലി എല്ലാവരും തന്നെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറം അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാണ്ടിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഫ്രണ്ട് ഡോർ, ഇപ്പോ ഹവായിയുടെ ഡോർ ഉണ്ട്, അതുപോലെ പെട്രയോ ഒക്കെ ഉണ്ടല്ലോ ഫ്രണ്ട് ഡോർ വരുന്നത്. അപ്പൊ അതിന്റെ കൂടി ഒന്ന് സാറ്, അതായത് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു എന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ ഒന്ന് പറയാമോ അതിനെ കുറിച്ചൊന്ന്? നമ്മളെ സ്റ്റീൽ ഡോർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉള്ളിലുള്ള ഡോർസിനൊക്കെ വാറന്റി കിട്ടാറുണ്ട്. ടാറ്റയുടെ സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മൾ മരത്തിനെക്കാട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റീൽ ഡോർ തന്നെയാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ നന്നായിട്ട് ചെതല് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് ഡോറിനെ പറ്റി പറഞ്ഞു. ഫ്രണ്ട് ഡോറിന് അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട്. നമുക്കൊരു 40,000 പ്ലസ് മുതലാണ് ഈ ഫ്രണ്ട് ഡോർ, നല്ല രീതിയിലുള്ള ഫ്രണ്ട് ഡോർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഏത് ബ്രാൻഡിലാണെങ്കിലും ഈ ഫ്രണ്ട് ഡോറൊക്കെ വരുന്നത് നമുക്ക് ചൈനയിൽ നിന്നാണ് ഡയറക്റ്റ് വരുന്നത്. നമ്മുടെ ഈ ഉള്ളിലത്തെ ഡോറുകളുണ്ട്, ഇൻസൈഡ് വരുന്ന ഡോർസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉണ്ടാക്കുന്നുള്ളൂ, കൂടുതൽ ബ്രാൻഡ്സും. ഈ പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെ പുറത്തുനിന്ന് ചൈനയിൽ നിന്ന് വരുന്നതാ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ അതിനൊരു വാറന്റി ഏതൊരു കമ്പനിയും തരാൻ ചാൻസ് ഇല്ല. ഒരു 1 ഇയർ വാറന്റി ആ ഒരു രീതിക്കൊക്കെയാണ് തരുന്നത്. അപ്പോ ഈ പുറത്ത് വെക്കുന്ന ഡോറ് നമുക്ക് വേണമെങ്കിൽ കട്ടില നമുക്ക് വേണമെങ്കിൽ സ്റ്റീൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഡോറ് വുഡാക്കിയാലും കുഴപ്പമില്ല. മെയിനായിട്ട് നമുക്ക് പുറത്ത് വെക്കുന്നത് നല്ല തേക്ക്, നമ്മുടെ ഈ പറഞ്ഞ പോലെ സീസണിങ് ആയിട്ടുള്ള തേക്ക് ഡോറൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ടീക്ക് വുഡ് പോലുള്ള വുഡ് വെക്കുകയാണെങ്കിൽ ഒന്നൊരു ബെസ്റ്റാണ്. അപ്പൊ ഈ പറഞ്ഞ മെയിൻ ഡോറിന് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കാലത്തിന് ഒരു വാറന്റി ഇല്ല. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മാലതി വിജി, മാം അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാലതി വിജി മാം. മാലതി വിജി മാം, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന് ചോദിക്കാം.
സർ എനിക്ക് തോന്നുന്നു ആരതി മാം ഓക്കെ ഡിസ്കണക്ട് ആണ്. ഓക്കെ, അടുത്തത് റോഫ് കപ്പാനയിൽ. റോഫ് കപ്പനായി എനിക്ക് ഓക്കെ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. സർ ഒരു 8.5 സെന്റ് സ്ഥലം ഇപ്പം വീടിന് വേണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പൊ അത് റോഡിന് സമമായിട്ടല്ല വരുന്നത്, തട്ടായിട്ടാണ്. ചെറിയൊരു ഡിപ്പ് ഉണ്ട്, വലിയൊരു ഇതല്ല. പക്ഷെ ആ 8.5 സെന്റ് ഒറ്റ പ്ലോട്ടല്ല, തട്ടാണ്. ഒരു എഞ്ചിനീയറെ കാണിച്ചു തരാം, അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള പ്ലാന് വീട് പറഞ്ഞായിരുന്നു. അതൊരു സജഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ആ സ്ഥലത്തിന് ചേരും. ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ ക്ലൈമറ്റ് അനുസരിച്ച് അത് എത്രത്തോളം പോസിബിൾ ആവുമോ, അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിട്ട്. ഓക്കെ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പ്ലോട്ട് ശരിക്കും സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് പറയേണ്ട ഒരു കേസാണ്. എന്നാൽ കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റി തോന്നുന്നു. അതായത് തട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ താഴത്തേക്കായിട്ട് വരുന്നത് അല്ലേ? അതെ അതെ. ബാക്ക് സൈഡ് വേറെ അല്ല എല്ലാം ഇറങ്ങി വരിക തന്നെയാണ്. ഫസ്റ്റത്തെ തട്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട്, അതിന്റെ താഴത്തെ സ്ഥലം ഇറക്കം, വീണ്ടും ഒരു ചെറിയ ഇറക്കം തന്നെയാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള വീടാന്ന് അവര് പറഞ്ഞത്. മണ്ണിട്ട് ഒരുപാട് പൊക്കേണ്ടി വരും. അപ്പം കുറച്ച് ഫ്ലാറ്റിൽ എടുക്കുന്ന മാതിരി അങ്ങനെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ് നമുക്ക് അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ മണ്ണെടുത്തിട്ട് അവിടെ റീറ്റെയിൻ വാൾ കൊടുത്തിട്ട് അങ്ങനെ പറ്റും. അപ്പൊ അത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഇത്തരം പ്ലോട്ടുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്ലോട്ടിന്റെ റേറ്റ് കുറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാറിന്റെ മുറിഞ്ഞു പോകുന്നു, ഒരുപാട് എക്സ്പെൻസ് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. കേൾക്കുന്നുണ്ടോ? പിന്നെ ഈ ഒരു പ്ലോട്ട് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്താലായിരിക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എടുക്കുന്നത് കൊണ്ട് വേറെ ഡിഫക്റ്റ് ഒന്നും വരാനില്ല. കുഴപ്പമൊന്നുമില്ല, ഇല്ല കുഴപ്പമൊന്നും വരാനില്ല, ചെയ്യാറുള്ള താങ്ക് യു. അടുത്തത് പ്രജിത് KJ സാറാണ്. പ്രജിത് KJ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ, നമുക്ക് ജോയിനർ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ഏതാണ്? ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡോർസിന് അല്ല, സോറി, വിൻഡോസും ഡോർസും കൂടിയിട്ടാണോ? അതെ. കുറച്ച് ഇപ്പൊ കുറച്ച് ഡ്യൂറബിലിറ്റി പറഞ്ഞ പോലെ നമുക്ക് സ്റ്റീലിലേക്ക് നോക്കിയായിരിക്കും കൂടി നല്ലത്. സ്റ്റീലായിരിക്കും കൂടി നല്ലത്. പിന്നെ അതിനെ കുറഞ്ഞിട്ടുള്ള ഏറ്റവും ചെയ്യാൻ പറ്റുന്ന സ്റ്റീലാ. പിന്നെ അതിന് കൂടിയ ഐറ്റംസ് ആണ് ഉള്ളത്. പിന്നെ വുഡിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അത്രയും ട്രീറ്റഡ് ആയിട്ടുള്ള വുഡൊക്കെ ആണെങ്കിലാണ് കൂടുതൽ കാലം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയും ചെതല് വരും. പിന്നെ അത് റിനോവേഷൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ സ്റ്റീലായിരിക്കും ബെറ്റർ. വിൻഡോസ് ഒന്നും കൂടി ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അലുമിനിയം പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അലുമിനിയത്തിൽ നമ്മൾ അതെങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ ഗ്രിൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് അലുമിനിയം വിൻഡോസ് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ? കൊടുത്തിട്ട് അതെ പ്രൊട്ടക്ഷൻ ഗ്രില്ല് കൊടുത്തിട്ട് നമുക്ക് പറഞ്ഞ പോലെ അലുമിനിയം ഡോർസ് വിൻഡോസ് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ സർ, താങ്ക് യു. അടുത്തത് മഞ്ജു ജോയ് ആണ്. മഞ്ജു മാം അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാറേ, ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യം കുറച്ചു മുമ്പ് ചോദിച്ചിരുന്നു. എങ്കിൽ ഒരിക്കൽ കൂടി പറയാണ്. എന്റെ പ്ലോട്ട് റോഡ് ലെവലിൽ 4 അടി താഴ്ചയിലാണ് കിടക്കുന്നത്. ബാക്ക് സൈഡ് 9 അടി താഴ്ചയുണ്ട്. ഇപ്പൊ ഞങ്ങള് എന്തെങ്കിലും ഒരു 6 മാസത്തിനുള്ളിൽ വീട് പണി തുടങ്ങണം. അപ്പൊ വന്നൊരു കൺഫ്യൂഷൻ, നമ്മൾ പലരെ സമീപിച്ചപ്പോ കുറച്ചു പേര് പറയുന്നത് 12 സ്ഥലം. റോഡ് സൈഡിൽ നിന്ന് 4 അടി ഫ്രണ്ട് താഴെയുണ്ട്, പിന്നെ ബാക്ക് സൈഡ് 9 അടി താഴ്ചയുണ്ട്. ഹലോ, 12 സെന്റ് സ്ഥലം. 12 സെന്റ് സ്ഥലം 2 പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. ബാക്ക് സൈഡ് നമുക്ക് റോഡ് ലെവൽ നോക്കുമ്പോ 9 അടിയുടെ വ്യത്യാസമുണ്ട്. 9 അടി താഴെയാണ് ബാക്ക് സൈഡ് കിടക്കുന്നത്. അപ്പൊ ഇത് പിന്നെ 4 സൈഡും നമുക്ക് കെട്ടണം.
നമുക്ക് അപ്പൊ കരിങ്കല്ല് വെച്ച് നമ്മൾ 4 സൈഡ് കെട്ടി ഓക്കെ അപ്പൊ അത് ഏതാണ് നമുക്ക് ഫിനാൻഷ്യലി ലാഭം? തറ പണിത് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഉപയോഗിക്കുന്നതാണോ, പില്ലറി പണിയുന്നതാണോ സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചം? അത് ഒരുപാട് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഏതാ വരും. എങ്ങനെ? പില്ലറിൽ പണിയായിരിക്കും ഒന്നുകൂടി പില്ലറ് പണിയായിരിക്കും ഒന്നുകൂടി നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 അടിയിൽ നമ്മൾ 9 അടി താഴ്ച അതിന്റെ നമ്മളിപ്പോ നിലവിലുള്ള അത്ര അടി നമ്മൾ കല്ലിട്ടിട്ട് ഇങ്ങനെ പൊക്കി വരുമ്പോ അത് നമ്മൾ ഇടയ്ക്ക് ഒരു ബെൽറ്റ് കൊടുത്താൽ കൂടി അത് തള്ളിപ്പോകാനുള്ള ചാൻസ്. അപ്പൊ അതുകൊണ്ട് ഇത് പില്ലർ ഇട്ടിട്ട് ബീമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവും നോർമൽ ചെയ്യുന്ന നാട്ടിൽ. പിന്നെ നമ്മുടെ പ്ലോട്ടിന്റെ ബൗണ്ടറി വാൾ ചെയ്യുന്നത് നമ്മുടെ പ്ലോട്ടിന്റെ ആ ഒരു ലെവലിനനുസരിച്ച് സ്റ്റെപ്പിനനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ 4 അടിയിൽ നിന്ന് 9 അടി പോകുമ്പോൾ നേരെ ഫ്ലാറ്റ് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാതെ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അടുത്തത് ക്വസ്റ്റ്യൻസ് മാലതി മാം നേരത്തെ ലെഫ്റ്റ് ആയി പോയിരുന്നു. മാലതി മാം ഇപ്പൊ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മാലതി സാറ് കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. യെസ് യെസ് സാറേ, എന്റെ ഈ വീട് ഇപ്പം 22 വർഷമായതാ നിലവിലുള്ളത്. അപ്പൊ അതിന് ഒരു ചെറിയ റിനോവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളത് 22 വർഷം മുന്നേ അത് കെട്ടിയപ്പം ബെൽറ്റ് വാർത്താണ് കെട്ടിയിരിക്കുന്നത്. അതിന്റെ ഭിത്തിയൊക്കെ കംപ്ലീറ്റ് വെട്ടുകല്ലാണ്. അപ്പം നമുക്കിത് മേളിലേക്ക് കെട്ടുമ്പോഴത്തേക്ക് ഏത് കട്ട ഉപയോഗിക്കണം? വെയിറ്റ്ലെസ് ആയിട്ടുള്ളതാണോ ഉപയോഗിക്കേണ്ടത്? അതുപോലെ തന്നെ അതിന്റെ വാർപ്പ് എത്ര ഇഞ്ച് കനത്തിലാകാം? ഇത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ട് ഒരു 850 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളിപ്പോ അഡീഷണൽ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സെക്യൂരിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഏത് രീതി ചെയ്യണം അത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ബെൽറ്റ് കഴിഞ്ഞിട്ട് വെട്ടുകല്ലാണ് ചെയ്തതെന്ന് കേട്ടു. അതിനുശേഷം ഒന്ന് പറയാമോ? ക്ലിയർ ആയില്ല. അതായത് നമ്മൾ അന്ന് ചെയ്തപ്പോ ബെൽറ്റ് വാർത്താണ് ചെയ്തത്, കോളം വാർത്തിട്ടില്ല. ഇപ്പൊ 22 വർഷം പഴക്കമുണ്ട്. ഞങ്ങളിപ്പോ ഒരു 850 സ്ക്വയർ ഫീറ്റ് മേളിലേക്ക് താഴെയായിട്ട് ചെയ്യുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് കുറവുള്ള കട്ട വെച്ചാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഏത് കട്ട ഉപയോഗിക്കണം? മൊത്തത്തിലുള്ള ഭിത്തി എന്ന് പറയുന്ന വെട്ടുകല്ലിലാണ് ചെയ്തിരിക്കുന്നത് മുഴുവനും ഇപ്പൊ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കാൻ പറ്റുമോ? മേളിലെ വാർപ്പ് എത്ര കനമായിരിക്കണം? 20 വർഷം പഴക്കമുള്ള വീടിന് നമ്മൾ നോർമൽ ആയിട്ടുള്ള കട്ട കൊടുത്തോണ്ട് കുഴപ്പമില്ല. നമുക്ക് വെയിറ്റ്ലെസ് കട്ട ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾറെഡി ബെൽറ്റ് ഒക്കെ ഇട്ടുള്ള ഒരു വീടാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെട്ടുകല്ല് ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ബ്രിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് വീട് ചെയ്യാം. അപ്പൊ അതായത് താഴത്തെ നമ്മുടെ ബ്രിക്ക് വർക്ക് വരുന്നതിന്റെ നേരെ മുകളിൽ വേണം നമ്മൾ വീട് മുകളില് റൂംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ബീമൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിക്ക് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ വെയിറ്റ്ലെസ് ബ്രിക്ക് ആണെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റ് ആണ് കേട്ടോ. വെയിറ്റ്ലെസ് ബ്രിക്ക് എന്ന് പറയുമ്പോഴേ അത് ഈ ഹോളോ ബ്രിക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? അതാണോ? അല്ല, വെയിറ്റ്ലെസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരടുത്ത് ഈ ഒരു മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞാൽ അപ്പൊ അവരത്. അതുപോലെ തന്നെ മേളിലെ വാർപ്പ് എത്ര ഇഞ്ച് കനമായിരിക്കും സാധാരണ രീതിയിൽ ചെയ്യാമോ? അത് നോർമലി നമ്മൾ ചെയ്യുന്ന 10 സെന്റിമീറ്ററിന് കൊടുക്കുക. ഓക്കെ മാം, ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്തത് പാറത്തോട് ആന്റണി സാർ, അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പാറത്തോട് ആന്റണി സാർ. ഹലോ, അൺമ്യൂട്ട് ചെയ്തോളൂ സാറേ. പാറത്തോട് ആന്റണി സാർ ഉണ്ടെങ്കിൽ സാറിന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ സാർ, സാർ ഡിസ്കണക്ട് ആയി എന്ന് തോന്നുന്നു. ജെല്ലി വിജയൻ സാർ. ഹലോ സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. ഇപ്പം ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട്
അതിന്റെ ഫുള്ള് ഓക്കെ. സ്ട്രക്ചർ, ഇന്റീരിയർ, പിന്നെ കോമ്പൗണ്ട് വൺ വിത്ത് ലാൻഡ്സ്കേപ്പ്, അതായത് ഫുള്ളി ഫർണിഷിംഗ്, ഇതെല്ലാം ഉൾപ്പെടെ എന്ത് കോസ്റ്റ് വരും സർ? അതായത് 2000 സ്ക്വയർ ഫീറ്റ് വീട് കംപ്ലീറ്റ് ഫിനിഷ് കംപ്ലീറ്റ്. ചെയ്തിട്ട് ഫർണിച്ചർ ഒക്കെ കൂടി അതിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് ആണോ പറയുന്നത്? അതെ 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 അതെ. ലൊക്കേഷൻ എവിടെയാണ്? സ്ഥലം എവിടെ? പെരുമ്പാവൂര്. ഓക്കെ ഓക്കെ. നേരത്തെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമുക്ക് വീടിന്റെ കറക്റ്റ് കൊട്ടേഷൻ വരുന്നത് ആ ഒരു മെറ്റീരിയൽസ്, ലൊക്കേഷൻ, അതുപോലെ ഇതിനൊക്കെ അപ്പോ ഇപ്പോ എത്രയെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഒരു ഏകദേശം സർ ഒരു ലക്ഷറി റേഞ്ച് അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പ്രീമിയം അങ്ങനെ ആവുമല്ലോ. അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയാം. ഡിപ്പെൻസ് ആണ് ഞാൻ പറയണത്, ശരിയല്ല, പക്ഷെ എന്നാൽ കൂടി വേരിയേഷൻ ചെറിയൊരു എമൗണ്ട് പറയാം. ഓക്കെ ഓക്കെ. ഒരു 60 lakhs അപ്രോക്സിമേറ്റ്ലി. 60. ഓക്കെ. അതെ, 60 ലക്ഷം രൂപ. ഫർണിഷിംഗ് വിത്ത് ഫർണിഷിങ് നമുക്ക് എന്താ പറയുക, ഫർണിഷിങ് 10 lakhs ചെയ്യാം, 20 ചെയ്യാം, 5 ലക്ഷത്തൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഫർണിച്ചറിന്റെ എത്ര എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് ഫർണിച്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ. ജനറലി ഒരു 7 lakh, 7 to 8. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, അടുത്തായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് അഭിലാഷ് രാജനാണ്. അഭിലാഷ് സാർ അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അഭിലാഷ് സാർ കേൾക്കുന്നുണ്ടോ? നമുക്ക് കറന്റ് നെക്സ്റ്റ് ആളോട്ട് മൂവ് ചെയ്യാം. അക്കാമ പീറ്റർ ലൈൻ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. കേൾക്കാമോ? ഈ ടൈല് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ ഈ ഫുൾ ബോഡി ടൈലും അല്ലാത്ത ടൈലും ഉണ്ടല്ലോ, ഫുൾ ബോഡി അല്ലാത്തതും, ഇതിനകത്ത് ഏതാണ് ഏറ്റവും നല്ലത് ഒന്ന് പറയണം. പിന്നെ ഈ സ്റ്റീലിന്റെ വിൻഡോസും ഡോഴ്സും പറഞ്ഞില്ലേ നല്ല, അതിനകത്ത് ഈ ടാറ്റയുടെ ഇവർ പറയുന്നുണ്ടല്ലോ 16 gauge, അത് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാം ഇത് അതാ ഉപയോഗിച്ചേക്കുന്നതെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഓക്കെ, ഞാൻ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഒന്ന്, ടൈലിന്റെ ഫുൾ ബോഡി ആണോ നല്ലത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫുൾ ബോഡി വരുന്നത് എവിടെ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ട് അതിന്റെ എഡ്ജ് കാണുന്ന രീതിയിലുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാത്ത ഭാഗത്തൊക്കെ നോർമൽ ആയിട്ടുള്ള ടൈൽ ഉപയോഗിച്ചാൽ മതിയാവും. ഫുൾ ബോഡി ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതേ. പിന്നെ ചോദിച്ചത് സ്റ്റീലിന്റെ കാര്യം ചോദിച്ചു. ഡോറ് എങ്ങനെയാണ് ടാറ്റ ബ്രാൻഡ് എന്നുള്ള അറിയാന്നുള്ളത്. അപ്പോ ടാറ്റയുടെ ബ്രാൻഡ് നമുക്കിപ്പോ സൈറ്റിലേക്ക് വരുമ്പോൾ മെയിൻ അത് പെയിന്റ് ആണ് വരുന്നത്. അപ്പൊ പെയിന്റ് രീതിയിലാണ് മനസ്സിലാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ആ ഒരു ഫാക്ടറിയിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അതങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് അത് ടോർച്ച് അടിച്ചിട്ടൊക്കെ വേണം അത് കാണാൻ വേണ്ടിയിട്ട്, ചെറുതായിട്ട് കാണുന്നുണ്ടാവാം. അപ്പോ ബെറ്റർ സൈറ്റ്, അതായത് ഫാക്ടറി വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ബ്രാൻഡ് ചൂസ് ചെയ്യുക. അതായത് ഒരു ബ്രാൻഡുകളാകുമ്പോൾ അത് ഇങ്ങനെ മോശമായിട്ടുള്ള, അതായത് ടാറ്റയുടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാറ്റി ചെയ്യാനുള്ള ഒരു ചാൻസ് കുറവാണ്. അതുകൊണ്ട് ബ്രാൻഡ് ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു 1800 സ്ക്വയർ ഫീറ്റ് വീട്, എല്ലാ മെറ്റീരിയൽ പ്രീമിയം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര റേറ്റ് വരും, കോമ്പൗണ്ട് വാൾ ഒഴിച്ച്? ലൊക്കേഷൻ എവിടെയാണ്? കോട്ടയം പാമ്പാടി. കോട്ടയം. 54 lakhs
ഏകദേശം എത്രയാ? ഇത് ഏകദേശം പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഡിഫൻസ് ഡിസൈന്, ലൊക്കേഷനിലുള്ള ഒരു മണ്ണിന്റെ ഘടന, സ്ട്രക്ചർ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാൽ ഇതൊന്ന് പറഞ്ഞത് മാത്രം. എത്രയാ പറഞ്ഞേ? 54 ലക്ഷം ഏകദേശം വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അഭിലാഷ് രാജൻ സർ. ഹായ്, പറഞ്ഞോളൂ സാർ. പല വീടുകളിലും ഈ പെയിന്റ് അടിച്ചത് ഇളവി ഡാർക്ക്നെസ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിനുള്ള റെക്ടിഫിക്കേഷൻ പല പ്രൊഡക്റ്റ് ചെയ്തിട്ടും അത് റെക്ടിഫൈ ചെയ്യാറുണ്ട്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ? പെയിന്റ് ഇളകി പോരുന്നതിനുള്ള സൊല്യൂഷൻ ആണോ സാർ? ഈ പല വീടുകളിലും ഹോളിലൊക്കെ താഴെ ഇങ്ങനെ മൊത്തം ഇളവി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അത് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത് നമ്മുടെ വെറ്റേരിയ ഉള്ള ഒരു ഭാഗത്തൊക്കെയാണ് കൂടുതലും വരാറ്. അതിന് സൊല്യൂഷൻ എന്ന് വെച്ചാല് അത് പെയിന്റിന്റെ മോശം മാത്രം ഇതുകൊണ്ടല്ല, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടോയ്ലറ്റ്, പഴയ വീടുകളിലൊക്കെ ടോയ്ലറ്റ് അത് എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് വീടുകളിൽ അത് കാണുന്നുണ്ട്. അപ്പോ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അതിന്റെ ബെൽറ്റ് ചെയ്യാറുണ്ട്. ബെൽറ്റ് കഴിഞ്ഞാൽ നമ്മൾ DPC ചെയ്യാന്ന് പറയും, ഡാം പ്രൂഫിംഗ് കോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡാം പ്രൂഫിംഗ് കോഴ്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എർത്തിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളത്തിനെ നമുക്ക് ആ ഒരു ബെൽറ്റിന്റെ അപ്പുറത്തേക്ക് പോവാതെ നമുക്ക് അതിനെ തടയാൻ വേണ്ടി പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഇളകിപ്പോരുന്ന ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രശ്നം കാണുന്നു. അപ്പൊ അതിനൊരു റെക്ടിഫിക്കേഷൻ ഈ പറഞ്ഞ എല്ലാ പ്രോസസ് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ വരുന്നു. വന്നിട്ടുണ്ടോ? എത്ര വർഷം പഴക്കമുണ്ട് വീട്? അതൊരു 2 വർഷം 3 വർഷം. അതല്ലേ. അത് എങ്ങനെയാണ് അതായത് അവിടുത്തെ മണ്ണിന്റെ ഘടന എന്താ? നന്നായിട്ട് വെള്ളമുള്ള സ്ഥലമാണോ? സ്ഥലമാണ് ഈ പറഞ്ഞ. അതെ. അതല്ലേ. അത് എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്തോന്നുള്ള അറിയില്ല. ഇതാണ് അതിനുള്ള സൊല്യൂഷൻ. ശരിക്കും നമ്മള് DPC ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ബാത്റൂമിൽ നിന്നുള്ള ഇതുപോലുള്ള വെള്ളത്തിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ വാട്ടർ പ്രൂഫ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളെ നോർമലി ചെയ്യാറ്. അതിനപ്പുറം അവിടെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ DPC ചെയ്യുമ്പോൾ തന്നെ 3 കോട്ടാണ് ചെയ്യാറ്. നോർമലി 3 കോട്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അതായത് നമ്മളൊരു കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മണിക്കൂർ സമയം കൊടുത്തിട്ട് വേണം അടുത്തൊരു കോട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ സമയം ഇട്ടിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വെയിലുള്ള സമയത്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ലിഗേഷ് പ്രഭാകരൻ സാർ. ഹലോ സാറേ, അതെ ഞാനൊരു പ്ലോട്ട് മേടിച്ചിരുന്നു. അപ്പൊ നമ്മൾ അതിനനുസരിച്ചൊക്കെ ഒരു പ്ലാൻ നമ്മൾ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ പണി തുടങ്ങിയില്ല. അതിന് മുമ്പ് ചുറ്റും ഒരു 5 വീട് വന്നു. 5 സെന്റ് 4 സെന്റിലൊക്കെയുള്ള വീടുകൾ വന്നു ചുറ്റും. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആദ്യം പ്ലാൻ ചെയ്ത സ്ഥലത്തെ സെപ്റ്റി ടാങ്ക് പണിയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ 7.5 മീറ്റർ വിട്ടിട്ട് വേണമല്ലോ കിണറിന്ന്, അടുത്ത വീട്ടിലത്തെ കിണറിന്ന്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പോ നമുക്ക് വീടിന് ഇപ്പൊ നമ്മുടെ ഫ്ലോറിനടിയില് ടാങ്ക് സെറ്റ് ചെയ്യാൻ ഉള്ള ഒരു എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് സാറിന് ഫ്രണ്ടില് റോഡ്, 3 സൈഡില് വീടുകളുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ബാക്കിലും വീടാണ്. 4 സൈഡും വീടാണ്. റോഡിന് ഓപ്പോസിറ്റ് ഉള്ള വീടിന്റെ കിണറും അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് വീട് വെക്കാൻ സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലം വേണ്ടേ? അതെ. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കൊരു കിണറുണ്ട്. അപ്പൊ ഈ പിന്നെ ചുറ്റും ഈ 5 കിണറും കൂടി ആയപ്പോ മൊത്തം 6 കിണറിന് നടുക്കാണ് വീട്. അപ്പൊ കിണർ കുത്താൻ സ്ഥലമുണ്ട്, പക്ഷെ കിണർ ഓൾറെഡി ഉണ്ട്. റയറായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് വീടിനോട് കണക്ട് പ്ലാന് ആകുന്ന സമയത്തേ
അത് വീടിന് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ആ. വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം. അപ്പൊ നമുക്കത് അല്ല വീടിന് അപ്പൊ കണക്ട് ഞാൻ ചെയ്ത് ചില ചോദിക്കുന്നത് ഇപ്പൊ ഭാഗങ്ങൾ ഇത് അടിയിൽ വന്ന് ഫ്ലോറിനടിയില് അങ്ങനെ ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? പറ്റും. നമുക്കെന്ന് വെച്ചാൽ ചെയ്യുമ്പോ അതിന്റെ ആ ഒരു ടെക്നിക്കൽ വശങ്ങൾ നോക്കണം. എന്താ വെച്ചാൽ അത് സെപ്റ്റി ടാങ്ക് ആകുമ്പോൾ അതിന്റെ ഒരു എയർ പോകുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ സ്മെല്ലില്ലാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിത് ഏത് ഭാഗത്താണോ ചെയ്യുന്നത് അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രോങ് ഉണ്ടാവണം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പ്ലാനിൽ ശ്രദ്ധിക്കണം. അപ്പൊ നല്ലൊരു സാറ് പ്ലാൻ നല്ലൊരു അല്ല ആർക്കിടെക്റ്റിനെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാനിപ്പോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 5 അടി ഉയർത്തിയിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനടിയിൽ വരുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ ചോദിക്കുന്നത്. എത്ര നമുക്കൊരു സെപ്റ്റിക് ടാങ്കിന് ഗ്യാപ്പ് വേണ്ടിയിട്ട് വേണം നമ്മുടെ കംപ്ലീറ്റ് ഈ വീട് ടാങ്ക്? 5 അടി ഉയർത്തുമ്പോൾ വളരെ എക്സ്പെൻസീവ് പോകും. അതായത് അല്ല 5 അടി ഉയർത്തുന്ന പില്ലറിലാണോ? അത് അതെ അതെ, കോളം ബീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഭാഗം സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാനാണോ പിന്നീട് സെപ്റ്റി ടാങ്കിന്റെ കൂടെ അവിടെ ആയിട്ട്? സെപ്റ്റി ടാങ്കിന്റെ മീതെ വരുന്ന ഭാഗം ഒരു സ്റ്റഡി ഏരിയ അങ്ങനെ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാർ പറഞ്ഞ ഓപ്ഷൻ നല്ലത് തന്നെയാണ്. അത് ശരിക്കും അത് എവിടെ കംപ്ലീറ്റ് 5 അടി പൊക്കുന്നുണ്ടോ വീട്? കംപ്ലീറ്റ് 5 അടി പൊക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സെപ്റ്റി ടാങ്കിന്റെ കേസിന് വേണ്ടി 5 അടി പൊക്കുമ്പോൾ അത്യാവശ്യം എമൗണ്ട് സാറിന് പോകും. ഏകദേശം ഒരു 10 lakhs ഒക്കെ അഡീഷണൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു വീട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഇപ്പൊ പണിയുന്നത് ഇപ്പൊ 2018 വെള്ളം വന്നു ഇവിടെ. അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഹൈറ്റ് റോഡ് ലെവലിൽ നിന്ന് ഈ 5 അടി ഹൈറ്റിലാണ് ഇപ്പൊ എല്ലാവരും പണിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇതിനടിയിൽ ഇത് വരുമ്പോ ടാങ്ക് വരുമ്പോ റെഡിമെയ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ടാങ്ക് വരുമ്പോ റെഡിമെയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ പില്ലർ എന്തായാലും വരുന്നുണ്ടാവില്ല. അപ്പൊ പില്ലർ വഴി ഭാഗത്ത് കൂടെ അതിന്റെ പൈപ്പുകൾ ഇറക്കിയിട്ട് പ്ലംബിംഗ് ലൈൻ ഇറക്കിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സ്ട്രക്ചർ എഞ്ചിനീയറുടെ ആവശ്യം ഉണ്ട് അവിടെ. അപ്പൊ സാറ് പ്ലാൻ ചെയ്തു സ്വന്തമായിട്ട്. പക്ഷെ നമ്മള് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുമ്പോ എവിടെയെങ്കിലും അത്ര എന്തായാലും ഒരു എഞ്ചിനീയർ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് പോസിബിൾ ആണോ വേറെ? പോസിബിൾ ആണ്. എന്നാൽ കൂടി സ്ഥലം കണ്ട് ഒരു എഞ്ചിനീയർ കണ്ടിട്ട് വേണം അതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. സംഭവം പോസിബിൾ ആണ്. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകണം. സഫിയ IV മാം അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം മാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ മാം പറയൂ. സിസ്റ്റം അലുമിനിയത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? സ്റ്റീലിനെക്കാട്ടിയും ബെറ്റർ ആണോ? ഏത് അലുമിനിയ? സിസ്റ്റം അലുമിനിയം അങ്ങനെ ഒരു ഇതുണ്ടോ? സിസ്റ്റം അൽജീരിയാണോ? ഫ്രണ്ട് ഡോറൊക്കെ വെക്കല്ല, ഡോസും വിൻഡോസ് ഒക്കെ വെക്കാന് സിസ്റ്റം അലുമിനിയത്തിനെ പറ്റിയിട്ട് ഓക്കെ, എവിടെ യൂസ് ചെയ്യാനാ? എനിക്ക് ഡോറൊക്കെ UPVC ആണോ അറിയില്ല. സിസ്റ്റം അലുമിനിയം എന്നാ പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റിട്ട് ചോദിക്കാനായിരുന്നു. അത് എന്താണ് ബ്രാൻഡാണോ അത്? ആണെന്ന് തോന്നുന്നു. അതെങ്ങനെ കോസ്റ്റ്ലി ആണോ അത്? നമുക്ക് നമ്മളിപ്പോ ഈ ഒരു അലുമിനിയത്തിൽ വരുമ്പോ അൾജീരിയ അതല്ലെങ്കിൽ UPVC ഉപയോഗിക്കായിരിക്കും ഒന്നുകൂടി നല്ലത്. ഏത് ഭാഗത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു എക്സ്റ്റേണൽ ഏരിയ കൂടുതൽ ഇപ്പോ വിൻഡോ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ UPVC വിൻഡോ കൊടുക്കാനും ഒന്നുകൂടി നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് അവിടുന്ന് കൂടുതൽ വെയിലടിക്കാനും അതുപോലെ തന്നെ മഴ വെള്ളം ഈർപ്പം തട്ടാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് അവിടെ UPVC വിൻഡോസ് ഉപയോഗിക്കുകയാണ്. വിൻഡോ പോലുള്ള ഭാഗങ്ങളിൽ നല്ലത്. പിന്നെ അലുമിനിയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ നമുക്ക് മരത്തിലാണ് കൂടുതലും ചെയ്യാറ്. നമ്മൾ നല്ല സീസണിൽ ചെയ്തിട്ടുള്ള നല്ലൊരു മരമാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ ഇപ്പോ എന്താ പറയാ, എന്താണ് മരം വേണ്ടത് സ്റ്റീൽ വെച്ചിട്ട് അതിൽ ഡോർ വെക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഡോറ് മരത്തിന്റെ വെക്കല്ലേ? അതെ. ഇപ്പൊ നമുക്ക് സ്റ്റീൽ ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റീൽ ഫിക്സ് ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്.
നേരത്തെ പറഞ്ഞ പോലെ 50,000+ റേഞ്ചിൽ 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ ഡോർസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഈ ചൈന ഡോർസ് ആണ് മെയിൻ ഡോർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് വാറന്റി നമുക്ക് അധികം സാധാരണ ഡോർ പോലെ ഈ ടാറ്റ ഡോർ കൊടുക്കുന്ന പോലുള്ള ഒരു വാറന്റി കിട്ടാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് സേഫ്റ്റി നോക്കണമെങ്കിൽ 4 ഡോർ വേണ്ടി വരുമല്ലോ പുറത്തേക്ക്, മേലെയും അതെ, 2 ബാൽക്കണി അങ്ങനെ. അതൊക്കെ സ്റ്റീൽ ഡോർ കൊടുക്കായിരിക്കും നല്ലത്. സ്റ്റീൽ ഡോർ കൊടുക്കായിരിക്കും നല്ലത്. അതെ പിന്നെ അതുപോലെ ജനലൊക്കെ UPVC കൊടുക്കാവും കുറച്ചും ബെറ്റർ അല്ലേ? അതെ അതെ UPVC കൊടുക്കും. അത് UPVC കൊടുക്കുന്നത് ഡിപ്പെൻസ് നമ്മൾ കൊടുക്കുന്ന ഏരിയക്ക് അനുസരിച്ചാണ്. കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിലത്തൊക്കെ വിൻഡോസ് പഴയ പോലെ അല്ല, നല്ല മോഡലായിട്ട് വരുമ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള വിൻഡോസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വലിയ സൈസിലുള്ള വിൻഡോസ് വരുമ്പോൾ നമുക്ക് UPVC വിൻഡോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. ഓക്കെ സർ, നമുക്ക് ചാറ്റ് ബോക്സിൽ പ്രഭാത് കുമാർ സർ ഹാൻഡ് റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പ്രഭാത് കുമാർ സർ ഇപ്പൊ ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രഭാത് കുമാർ സർ കോൾ ഉണ്ട് എങ്കിൽ സാറിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ, എന്റെ ഡൗട്ട് ഇതായിരുന്നു. ഞാൻ പ്ലാൻ വരച്ചപ്പോൾ കോൺട്രാക്ട് കൊടുക്കാനായിട്ടായിരുന്നു. അപ്പോ എന്റെ കോൺട്രാക്ട് കൊടുക്കുന്ന പറഞ്ഞാൽ മെറ്റീരിയൽ ഇതാണ്, റെഡ് ബ്രിക്സ് ആണ്. അപ്പോൾ 2500 per square feet ആണ് അവർ പറയുന്നത്. ലൊക്കേഷൻ ചെങ്ങന്നൂരായിട്ട് വരും, ആലപ്പുഴ. ഓക്കെ. എന്തൊരു ഡൗട്ട്, ഈ ഒരു എമൗണ്ട് കൂടുതലാണോ എന്താണെന്ന് അറിയാനാണോ? ആദ്യത്തെ ഡൗട്ട് അതാണ്, ഈ എമൗണ്ടിന് കൺസേൺ ആണ്. അവര് റെഡ് ബ്രിക്സ് വെച്ചിട്ട് 2500 ആണ്. അപ്പം ഞാൻ ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പം 2000 വെച്ചിട്ട് അവര് ഹോളോ ബ്രിക്സും പിന്നെ സിമെന്റ് ഹൈഡ്രോളിക് ബ്രിക്സും പറയുന്നുണ്ട്. പക്ഷെ അത് റെഡ് ബ്രിക്സിലോട്ട് അവർ കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് അതിന്റെ കൂടെ ഈ അഡീഷണൽ റെഡ് ബ്രിക്സിന്റെ കോസ്റ്റ് കൂടുതലാവും എന്നുള്ളതാണ്. അതെ. ഈ ഒരു കേസിൽ നമ്മൾ കൊട്ടേഷൻ ഏത് രീതിയിൽ തന്നത് നമുക്കറിയില്ല. മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഏത് ബ്രാൻഡാന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ ഏത് തരത്തിലാണ്, ഇപ്പൊ സ്ലോ പ്രൂഫ് ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ പ്ലോട്ടിന്റെ ഘടനയ്ക്ക് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോ 2500 അവിടെ ഏത് രീതിക്ക് തന്നതെന്ന് അറിയില്ല. നോർമൽ റേറ്റിനാണ് 2500. 2500 കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ബ്രാൻഡ് മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു റെഡ് ബ്രിക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവർ തന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങള് അറിയാത്തത് കൊണ്ട് കൂടുതൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സാർ, അതിന്റെ കൂടെ എന്റെ വേറൊരു കൺസേൺ ഇതായിരുന്നു, ഈ 2500 സ്ക്വയർ ഫീറ്റ് പ്ലാൻ വരച്ചു കഴിഞ്ഞപ്പോ ഈ സ്റ്റെയറിന് മാത്രമായിട്ട് ഏറെക്കുറെ എനിക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ആണ് അവർ പറയുന്നത് പ്ലാൻ വരച്ചപ്പോ. അപ്പോ എനിക്ക് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി എനിക്ക് SSP യൂസ് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു സ്റ്റെയർസിന്. അപ്പം അത് അല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാർ വെച്ചിട്ട് അപ്പൊ SS സ്റ്റെയർ യൂസ് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. അപ്പം അത് കൺവീനിയന്റ് ആണോ അതോ കോസ്റ്റ് കട്ടിങ് ആണോ എന്ന് അറിയാനായിട്ടായിരുന്നു എന്റെ മെയിൻ കൺസേൺ. അതാണ്, അതായത് ഞാൻ കോൺക്രീറ്റ് ചെയ്തിട്ട് സ്റ്റെയർ വെക്കുന്നതിലും ഇതും വെച്ചിട്ട് എനിക്കൊരു 10 വർഷം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? നമുക്ക് SS സ്റ്റെയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി കോസ്റ്റ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇൻ കേസ് എന്തെങ്കിലും ഇപ്പോൾ റിനോവേഷൻ പോലെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പല വീടുകളും സ്റ്റെയർ കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാറൊക്കെ ഉണ്ട്. അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എളുപ്പമായിട്ട് ഒഴിവാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒഴിവാക്കുന്നതിന് നമുക്ക് അപ്പോഴും ഒരു എമൗണ്ട്, ഇപ്പോൾ സ്റ്റീലിന് എന്തായാലും എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് തിരിച്ചു കിട്ടാൻ എമൗണ്ട് ഉണ്ട്. മറ്റേതാകുമ്പോൾ കോൺക്രീറ്റ് എങ്ങാനും ഇൻ കേസ് കട്ടിങ് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് റിസ്ക് കൂടുതലും, പിന്നെ കാര്യമായിട്ട് നമുക്ക് റിസ്ക് കൂടുതലല്ലാണ്ട് കാര്യമായിട്ട് എമൗണ്ട് തിരിച്ചു കിട്ടാനില്ല. അപ്പൊ SS ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് പല മോഡലുകളിൽ കൊടുക്കാൻ വേണ്ടി പറ്റും, മറ്റേതിന് അധികം മോഡൽസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. SS ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, അടുത്തത് വിനോദ് തമ്പി സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാറിനും കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ സെഷൻ 8:30 വരെ ആയിരുന്നു, ഇപ്പൊ 8:34 ആയിട്ടുണ്ട്. അപ്പോ വിനോദ് സാറിന്റെ ക്വസ്റ്റ്യൻ കൂടെ വെച്ച് നമുക്ക് കേട്ടതിന് ശേഷം സെഷൻ മാറ്റപ്പി. വിനോദ് തമ്പി സാർ എന്തായിരുന്നു?
Vinod Thambi sir. Okay, sir. എനിക്ക് തോന്നുന്നു Vinod Thambi sir ലൈനിലില്ല എന്ന് തോന്നുന്നു. ഓക്കെ സാർ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം ഓൾറെഡി സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എല്ലാവർക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇടയ്ക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് ടുവേർഡ്സ് ദി എൻഡ് വളരെ നല്ലൊരു സെഷൻ ആയിട്ട് തന്നെ അത് മാറി. താങ്ക് യു സോ മച്ച് സാർ. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സെഷൻ എടുത്തു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവരും സന്തോഷം. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you so much. Bye. Thank you. Thank you, participants. Good night, everyone.